ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോൾ സങ്കല്പമാണ് അല്ലെ. മോൾ സങ്കല്പത്തിലെ 4 പാർട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകം പ്ലേലിസ്റ്റ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റും നമ്മുടെ ചാനലിലുണ്ട്. ആ 4 ക്ലാസ് കണ്ടിട്ട് മാത്രം 5ാമത്തെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് വാതക നിയമങ്ങളും മോൾ സങ്കല്പവുമാണ്. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പവുമാണ്. ഓക്കെ അല്ലേ? അതിലെ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം എന്താ ഒന്ന് പറഞ്ഞേ. ഗീവൺ മാസ് അല്ലേ, ഗീവൺ മാസ് ബൈ അറ്റോമിക മാസ് എന്ന വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച അല്ലേ. തന്മാത്രയാണെങ്കിൽ എന്താ, തന്മാത്രയാണെങ്കിൽ മോളുകളുടെ എണ്ണം സമം തന്നിരിക്കുന്ന മാസ് ഗീവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. ഇതൊക്കെ നമ്മൾ ആ 4 പാർട്ടിൽ വ്യക്തമായിട്ട് ബേസ് ഉൾപ്പെടെ പറഞ്ഞു തന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാതകങ്ങളുടെ വ്യാപ്തവും മോളുമാണ്. നമുക്കറിയാം, അതിനു മുന്നേ എന്താണ് STP? എന്താ STP എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. മക്കളെ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചോ, 273 കെൽവിൻ ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്തുവാണ് ഒന്ന് പറ. 273 കെൽവിൻ ആണ്. സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ്. എന്താ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ, സ്റ്റാൻഡേർഡ് പ്രഷർ 1 atm. പഠിക്കേണ്ട കാര്യം, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ, സ്റ്റാൻഡേർഡ് പ്രഷർ 1 atm ഏതൊരു 1 മോൾ വാതകത്തിൻ്റെയും വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ഈ കണ്ടീഷൻ ആണോ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണോ, സ്റ്റാൻഡേർഡ് പ്രഷർ ആണോ, ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഏത് വാതകം എടുത്താലും അത് 22.4 ലിറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ STPയിൽ 1 മോൾ വാതകത്തിന്റെ വ്യാപ്തം എന്താ 22.4 ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് STPയിലെ മോളാർ വ്യാപ്തം. എന്താ STPയിലെ മോളാർ വ്യാപ്തം. മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, STP എന്ന് വെച്ചാൽ 273 കെൽവിനും 1 atm. 1 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 22.4 ലിറ്റർ. STP ആണോ, ഈ കണ്ടീഷൻ ആണോ? ഏതൊരു വാതകവും 1 മോൾ എടുത്താൽ അതിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. STPയിൽ 1 മോൾ ഓക്സിജൻ വാതകത്തിന്റെ വ്യാപ്തം 22.4 ലിറ്റർ. STPയിൽ 1 മോൾ അമോണിയ വാതകത്തിന്റെ വ്യാപ്തം 22.4 ലിറ്റർ. STP ആണോ 1 മോൾ വാതകത്തിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, STPയിൽ 1 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം എത്ര? 22.4 ലിറ്റർ ആയിരിക്കും. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 1 മോളിന്റെ 22.4 ആണെങ്കിൽ 2 മോളിൻ്റെത് 2 × 22.4 ലിറ്റർ അല്ലേ. STPയിൽ 3 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 3 × 22.4. മനസ്സിലായോ നിങ്ങൾക്ക്? 1 മോളിൻ്റെയാണ് 22.4. 2 മോളാണെങ്കിൽ 2 × 22.4, 3 മോളാണെങ്കിൽ 3 × 22.4, 10 മോളാണെങ്കിൽ 10 × 22.4. STP ആണോ 1 മോൾ വാതകത്തിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ എന്താ STP എന്ന് വെച്ചാൽ മക്കളെ, താപനില 273 കെൽവിൻ ആയും മർദ്ദം 1 atm ആയും സ്ഥിരപ്പെടുത്തിയാൽ അത് STP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നറിയപ്പെടുന്നു. STPയിൽ 1 മോൾ ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം
22.4 ലിറ്റർ ആയിരിക്കും. ഇതിനെ STPയിലെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നു. ഇനി മക്കളെ STP ആണെങ്കിൽ മോളുകളുടെ എണ്ണം ചോദിച്ചാൽ ഓക്കെ അല്ലേ? തന്നിരിക്കുന്ന വ്യാപ്തം എന്താ? ഗീവൺ വോളിയം. ക്വസ്റ്റ്യനിൽ ഒരു വോളിയം തരും. ഗീവൺ വോളിയം ബൈ 22.4. എന്താ? തന്നിരിക്കുന്ന വ്യാപ്തം ബൈ 22.4 ലിറ്റർ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് STPയിലെ മോളുകളുടെ എണ്ണം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞേ, തന്നിരിക്കുന്ന വ്യാപ്തം 112 ബൈ 22.4 നമ്മൾ ചെയ്യുമ്പോൾ 5 മോൾ എന്ന് കിട്ടും. കണ്ടോ? തന്നിരിക്കുന്ന വ്യാപ്തം ക്വസ്റ്റ്യനിൽ ഒരു വ്യാപ്തം തരുവരെ അതേ ബൈ 22.4 ലിറ്റർ ആയിരിക്കും. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ 224 ലിറ്റർ ഓക്കെ അല്ലേ? 224 ലിറ്റർ നൈട്രജൻ വാതകം STPയിലെ എന്താണ്? മോളുകളുടെ എണ്ണം പറ. മോൾസ് ഈക്വൽ ടു പറഞ്ഞോ, തന്നിരിക്കുന്ന വ്യാപ്തം 224 ബൈ 22.4 നമുക്ക് 10 മോൾ എന്ന് കിട്ടും. അപ്പൊ എന്താ പറഞ്ഞത്? STP ആണെങ്കിൽ മോളുകളുടെ എണ്ണം ചോദിച്ചാൽ തന്നിരിക്കുന്ന വ്യാപ്തം ബൈ എന്താണ്? 22.4 ലിറ്റർ ആയിരിക്കും. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ 11.2 ലിറ്റർ അമോണിയ STPയിലെ മോളുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന വ്യാപ്തം ലിറ്റർ ആണ്. 11.2 ബൈ 22.4 നമ്മുടെ ആൻസർ 0.5 മോൾ എന്ന് വരും. ക്ലിയർ ആണോ? STP ആണെങ്കിൽ തന്നിരിക്കുന്ന വ്യാപ്തം ബൈ 22.4. നോക്കിയേ, STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ. സ്റ്റാൻഡേർഡ് പ്രഷർ 1 atm. ഓക്കെ ആണോ? നമ്പർ ഓഫ് മോൾസ് 1. അങ്ങനാണെങ്കിൽ ഏതൊരു വാതകത്തിനും വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന വ്യാപ്തം ബൈ STPയിലെ മോളാർ വ്യാപ്തം, അതാണ് 22.4 എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെയാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. STPയിൽ സ്ഥിതി ചെയ്യുന്ന 224 ലിറ്റർ ഓക്സിജൻ വാതകം എടുത്തിരിക്കുന്നു. ഓക്കെ, ഇതിൽ ഓക്സിജൻ എത്ര മോൾ ഉണ്ട്? STP ആണെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന വ്യാപ്തം 224 ബൈ STPയിലെ മോളാർ വ്യാപ്തം 22.4 ഈസ് ഈക്വൽ ടു 10 മോൾ. മനസ്സിലായോടെ? STPയിൽ 224 ലിറ്റർ ഓക്സിജൻ വാതകം എടുത്തിരിക്കുന്നു. ഇതിൽ മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന വ്യാപ്തം ബൈ 22.4. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടുവടെ? 10 മോൾ എന്ന് കിട്ടും. ഇതിൽ എത്ര തന്മാത്ര അടങ്ങിയിരിക്കുന്നു? 1 മോൾ ആണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 അല്ലേ? 10 മോൾ ആയതുകൊണ്ട് 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. മനസ്സിലായോ എല്ലാവർക്കും? ഒന്നും കൂടെ പറയാം. STPയിൽ 224 ലിറ്റർ ഓക്സിജൻ വാതകം എടുത്തിരിക്കുന്നു. ഇതിൽ എത്ര മോൾ ഓക്സിജൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം തന്നിരിക്കുന്ന വ്യാപ്തം 224 ബൈ 22.4 10 മോൾ എന്ന് കിട്ടും. ഇതിൽ എത്ര ഓക്സിജൻ തന്മാത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, ഓക്സിജൻ അല്ലേ തന്മാത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 10 ഇൻറ്റു 6.022 ഇൻറ്റു, കാരണം 1 മോൾ 6.022 ഇൻറ്റു 10⁻23 10 മോൾ 10 ഇൻറ്റു
6.022 ഇൻറ്റു 10⁻23. ഇനി ഇത്രയും O2 വാതകത്തിന് മാസ് കണക്കാക്കാം. O2 എന്ന് വെച്ചാൽ മക്കളെ രണ്ട് ഓക്സിജൻ ചേരുന്നതല്ലേ O2. ഓക്സിജന്റെ മാസ് 16 ആണ്. രണ്ട് ഓക്സിജൻ ആകുമ്പോൾ 16 ഇൻറ്റു 2 32. മനസ്സിലായോ? എത്ര മോൾ ഉണ്ട്? 10 മോൾ. ഒരു മോളിന്റെ മാസ് 32 ആണെങ്കിൽ 10 മോളിന്റെ മാസ് 10 ഇൻറ്റു 32. നമ്മുടെ ആൻസർ 320 എന്ന് വരും. അപ്പൊ എന്താ മക്കളെ? ആൻസർ 320 എന്ന് വരും. എന്ത് വരും? 320 എന്ന് വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ മക്കളെ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. STP സൂക്ഷിച്ചിരിക്കുന്ന ചുവടെയുള്ള സാമ്പിളുകളിൽ തുല്യ വ്യാപ്തമുള്ളവ ഏതെല്ലാം? തുല്യ വ്യാപ്തമുള്ളവ നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. തുല്യ വ്യാപ്തമുള്ളവ ഏതെല്ലാം? ഓക്കെ, എന്താദ്യം 64 ഗ്രാം O2. 64 ഗ്രാം O2 ആണ്. കാരണം STPയിലെ വ്യാപ്തം കണ്ടുപിടിക്കണം. ആദ്യം പക്ഷേ ഇതെന്താണ്? ഗ്രാമിലാണ് കൊടുത്തേക്കുന്നത്. ഇത് മോളിലേക്ക് മാറ്റണം. 64 ഗ്രാം O2 എന്ന് പറയുന്നത് 64 ബൈ ഓക്സിജന്റെ മാസ് 16. 2 ഓക്സിജൻ ആകുമ്പോൾ 32. 64 ബൈ 32. നമ്മുടെ ആൻസർ 2 മോൾ എന്ന് കിട്ടും. മനസ്സിലായോ? 64 ഗ്രാം O2 എന്ന് വെച്ചാൽ 2 മോൾ O2 ആ. 1 മോൾ O2 ആണെങ്കിൽ 22.4 അല്ലേ? 2 മോൾ ആണെങ്കിൽ 2 ഇൻറ്റു 22.4 എന്ന് കിട്ടും. അപ്പൊ എത്ര വരും മക്കളെ? പറ. 44.8 ലിറ്റർ ആണ് 64 ഗ്രാം O2യിലെ STPയിലെ വ്യാപ്തം. ഓക്കെ, ഇനി 44 ഗ്രാം CO2. 44 ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. 44 ഗ്രാം CO2. ഓക്കെ, ആദ്യം മോള് കണ്ടുപിടിക്കണം. മോൾ ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ് 44. ഓക്കെ അല്ലേ? ഇനി CO2ന്റെ മോളിക്കുലർ മാസ്, കാർബണിന്റെ മാസ് 12, ഓക്സിജന്റെ മാസ് 16. ഒരു കാർബൺ 1 ഇൻറ്റു 12, 2 ഓക്സിജൻ 2 ഇൻറ്റു 16, 12 ഇൻറ്റു 1 12, 16 ഇൻറ്റു 2 32, 44 കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ്. അപ്പൊ തന്നിരിക്കുന്ന മാസ് 44 ബൈ 44. നമ്മുടെ ആൻസർ 1 മോൾ എന്ന് വരും. 1 മോൾ ആണെങ്കിൽ അവിടെ 1 ഇൻറ്റു 22.4 ലിറ്റർ ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് 22.4 ലിറ്ററേ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അമോണിയ തന്മാത്ര. ഈ 2 എന്ന് എഴുതുന്നതാണ് മക്കളെ മോൾ എന്ന് പറയുന്നത്. ഈ അമോണിയ തന്മാത്രയിൽ എത്ര മോൾ ഉണ്ട്? ഓക്കെ, 2 മോൾ ഉണ്ട്. അപ്പം 1 മോൾ ആണെങ്കിൽ 22.4, 2 മോൾ ആണെങ്കിൽ 2 ഇൻറ്റു 22.4 ഈക്വൽ ടു 44.8 ലിറ്റർ. അപ്പം നമ്മുടെ ആൻസർ എയും സിയുമാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന്റെ സമീകരിച്ച സമവാക്യം നൽകിയിരിക്കുന്നു. ഓക്കെ അല്ലേ? നോക്കിയേ, ഇവിടെ 1 N2 3H2 2 NH3. ഒന്നും കൂടെ പറയാം. 1 N2 3H2 2 NH3. മക്കളെ, ഈ N കണ്ടോ? ഇതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യയാണ് മോൾ എന്ന് പറയും. അപ്പൊ നോക്കി, ഇത് 1 മോൾ എന്താണ് മക്കളെ? 1 മോൾ നൈട്രജൻ നമുക്ക് എഴുതാം അല്ലേ? പ്ലസ് 3 മോൾ എന്താണ്? ഹൈഡ്രജൻ എന്ന് എഴുതാം. 2 മോൾ എന്താണ്? NH3 എന്ന് എഴുതാം. മനസ്സിലായോ? ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യയാണ് മോൾ. 1 മോൾ N2 എന്ന് എഴുതി കൂടെ, പ്ലസ് 3 മോള് H2 എന്ന് എഴുതി കൂടെ. ഓക്കെ, 2 മോള് NH3 എന്ന് എഴുതി കൂടെ.
എഴുതിക്കൂടെ? എൻ്റെ ക്വസ്റ്റ്യൻ, 1 മോൾ നൈട്രജൻ കണ്ട 3 മോൾ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോഴാണ് 2 മോൾ എന്ത് കിട്ടുന്നത്? അമോണിയ കിട്ടുന്നത്. എന്താണ് ഒന്ന് പറഞ്ഞേ? 1 മോൾ നൈട്രജൻ, കാരണം ഒരെണ്ണമാണ്. 3 മോൾ 3H2 ആ 3 മോൾ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോഴാണ് 2 മോൾ എന്ത് കിട്ടുക? അമോണിയ കിട്ടുക അല്ലേ? അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ, 10 മോൾ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം? 1 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 3 മോൾ എന്ത് വേണം? ഹൈഡ്രജൻ വേണം. 1 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 3 മോൾ എന്ത് വേണം? ഹൈഡ്രജൻ വേണം. 2 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 6 മോൾ ഹൈഡ്രജൻ വേണം. 3 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 9 മോൾ എന്ത് വേണം? ഹൈഡ്രജൻ വേണം. എങ്കിൽ 10 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 30 മോൾ എന്ത് വേണം? അവിടെ ഹൈഡ്രജൻ വേണ്ട. ഒന്ന് ആലോചിച്ചേ. 1 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 3 മോൾ ഹൈഡ്രജൻ അല്ലേ? 5 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 15 മോൾ ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ 10 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 30 മോൾ എന്ത് വേണം? 30 മോൾ എന്ത് വേണം? ഹൈഡ്രജൻ വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10 മോൾ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ 10 മോൾ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന അമോണിയയുടെ അളവ് എത്ര? അമോണിയയുടെ അളവ് മാസാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ, 1 മോൾ നൈട്രജൻ പ്രവർത്തിക്കുമ്പോൾ 2 മോൾ അമോണിയ ഉണ്ടാകുന്നു. ശ്രദ്ധിക്കാം, 1 മോൾ നൈട്രജൻ പ്രവർത്തിക്കുമ്പോൾ 2 മോൾ അമോണിയ ഉണ്ടാകുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ, 10 മോൾ നൈട്രജൻ പ്രവർത്തിക്കുമ്പോൾ 10 മോൾ ഓക്കെ നൈട്രജൻ പ്രവർത്തിക്കുമ്പോൾ 20 മോൾ എന്ത് വേണം? അമോണിയ വേണ്ടേ? 20 മോൾ എന്ത് വേണം? അമോണിയ വേണം. പക്ഷെ മോളല്ല, അമോണിയയുടെ അളവാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ അമോണിയ NH3 അല്ലേ, മാസ് ചെയ്യണം. നൈട്രജന്റെ മാസ് 14, ഹൈഡ്രജന്റെ മാസ് 1 അല്ലേ? ഇവിടെ ഒരു നൈട്രജൻ 1 × 17 പ്ലസ് 3 × 1, 17 × 1 17 പ്ലസ് 3 എത്ര വരും? 14 അപ്പം 1 × 14 കേട്ടോ. കാരണം 14 നൈട്രജന്റെ മാസ്. 1 × 14 പ്ലസ് 3 × 1, 1 × 14 14, 3 × 1 3, 17 എന്ന് വരും. 1 മോൾ 17. അങ്ങനെ 20 മോൾ എന്ന് ചോദിച്ചാൽ 20 × 17, 17 2 34, ഒരു 0 ഇട്ട് കൊടുക്കുക. ആൻസർ 340. ഓക്കെ, ഈ മോഡലൊക്കെ പഠിച്ചോണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ പറ മക്കളെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് പറഞ്ഞ്. 2H2 എന്ന് വെച്ചാൽ 2 മോൾ H2 എന്നല്ലേ? ഒന്ന് ആലോചിച്ച്. പ്ലസ് 1 O2. O2ന് ഇപ്പുറത്ത് ഒന്നുമില്ല, ഒന്നല്ല. 1 O2. 1 മോൾ എന്താണ് O2 എന്ന് എഴുതാം. 1 മോൾ എന്താണ് O2 എന്ന് എഴുതാം. ക്ലിയർ? ഇനി ഗീവ്സ് 2H2O, 2 മോൾ H2 എന്ന് എഴുതാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? 2 മോൾ H2Oയും 1 മോൾ O2വും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് 2 മോൾ H2O കിട്ടുന്നത്. ഒന്നും കൂടെ പറഞ്ഞ്, 2 മോൾ H2വും 1 മോൾ O2വും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് 2 മോൾ H2O കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, 10 മോൾ H2O ലഭിക്കാൻ എത്ര മോൾ O2 പ്രവർത്തിക്കണം? നോക്കിയേ, 2 മോൾ H2O കിട്ടാൻ 1 മോൾ O2 വേണം. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിക്കുക. 2 മോൾ, ശ്രദ്ധിച്ചിരിക്കണേ, 2 മോൾ H2O കിട്ടാൻ 1 മോൾ O2 വേണം.
ഇവിടെ 10 മോൾ കിട്ടണം. 2 10 ആക്കാൻ 2 × 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പം 10 മോൾ H2O ലഭിക്കാൻ 5 മോൾ O2 പോരെ. ഒന്നും കൂടെ ആലോചിച്ച് ദേ 1 മോൾ O2 ശ്രദ്ധിക്കുക, 1 മോൾ O2 കിട്ടാൻ 1 മോൾ O2 2 മോൾ H2O എന്നുവെച്ചാൽ 2 മോൾ H2O ലഭിക്കാൻ 1 മോൾ എന്ത് വേണം? O2 വേണം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ 4 മോൾ H2O ലഭിക്കാനാ 2 മോൾ O2, 6 മോൾ H2O ലഭിക്കാനാ 3 മോൾ O2. ഇതിൻ്റെ ഇരട്ടിയല്ലേ ഇത്. അപ്പോൾ 10 മോൾ ലഭിക്കാനാ 5 മോൾ O2. നമ്മുടെ ആൻസർ 5. ക്ലിയർ? അടുത്ത 10 മോൾ H2O ലഭിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ വാതകത്തിന്റെ മാസ് കണക്കാക്കുക. 10 മോൾ ലഭിക്കാൻ എത്ര വേണം മക്കളെ? 5 മോൾ അല്ലേ. 10 മോൾ H2O ലഭിക്കാൻ 5 മോൾ O2 വേണം. അങ്ങനെയാണ് ഇതിന്റെ മാസ് ആണ് ചോദിച്ചേക്കുന്നത്. O2 ഓക്സിജൻ 16 ആണ്. ഇൻറ്റു 2 O2 ആകുമ്പോൾ 32. 5 മോൾ O2 എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മോൾ 32 ആണെങ്കിൽ 5 മോൾ 5 × 32 = പറഞ്ഞോ. I3 15, I2 10 എത്ര വരും? 160 വരും അല്ലേ. 30 × 5 150, I2 10 160 എന്ന് വരും. അപ്പം ആൻസർ 160 ഗ്രാമാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടോ. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായി കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. എന്താ പറഞ്ഞേക്കുന്നത്? 40 ഗ്രാം മീഥേൻ പൂർണ്ണമായി കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. നിങ്ങൾ ശ്രദ്ധിക്കുക, സമവാക്യം ഞാൻ എടുത്തെഴുതാൻ പോവാണ്. പറഞ്ഞേ, CH4 അല്ലേ. ഓക്കെ, പ്ലസ് 2 O2 പ്ലസ് CO2 പ്ലസ് 2 H2O. ഞാൻ ഇത് മൊത്തം ഗ്രാമിലേക്ക് മൊത്തം മാറ്റുകയാണ്. ശ്രദ്ധിച്ചോണം. CH4 എന്ന് പറയുന്നത് 1 മോൾ അല്ലേ. 1 മോൾ CH4 അല്ലേ. പ്ലസ് 2 മോൾ എന്താണ്? O2 അല്ലേ. ഗീവ്സ് 1 CO2 ആ. 1 മോൾ എന്താണ്? CO2 പ്ലസ് 2 മോൾ എന്താണ്? H2O. ഓക്കെ ആണോ? H2O. ഓക്കെ, അപ്പൊ എന്താ? ഒന്നും കൂടെ പറയാം. 2 മോൾ എന്താണ്? H2O. ഓക്കെ ആണോ? ഇനി നമുക്കിത് ഗ്രാമിലേക്ക് മാറ്റണം. നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. CH4 എൻ്റെ മോളിക്കുലർ മാസ് കണ്ടെത്തണം. കാർബണിന്റെ മാസ് 12, ഹൈഡ്രജന്റെ മാസ് 1. ഒരു കാർബണിന്റെ മാസ് 12 പ്ലസ് 4 ഹൈഡ്രജന്റെ മാസ് 1. 12 × 1 12 പ്ലസ് 4 × 1 4. നമ്മുടെ ആൻസർ 16 എന്ന് വരും. കാരണം 1 മോൾ മീഥേൻ എന്ന് വെച്ചാൽ 16 ഗ്രാം എന്താണ്? 16 ഗ്രാം മീഥേനാണ്. ഓക്കെ അല്ലേ. പ്ലസ് O2 ഓക്സിജന്റെ മാസ് 16. O2 ആകുമ്പോൾ 32. അങ്ങനെ എത്ര O2? 2 O2. 64 ഗ്രാം O2. ഇനി കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ മാസ് പഠിച്ചു വെച്ചോ. 44 ആണ്. കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ മാസ് 44. 1 മോൾ കാർബൺ ഡയോക്സൈഡ്. അപ്പൊ 44 ഗ്രാം CO2 എന്ന് വരും. വാട്ടറിന്റെ ജലത്തിന്റെ മോളിക്കുലർ മാസ് 18 അല്ലേ. അപ്പൊ ഇവിടെ 2 മോൾ H2 ആണ്. 1 മോളിന്റെ 18, 2 മോളിന്റെ 36 ഗ്രാം H2O. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ പറയാം എന്താ ക്വസ്റ്റ്യൻ? എന്താ? 40 ഗ്രാം എന്താ?
40 ഗ്രാം മീഥേൻ പൂർണ്ണമായി കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. നമുക്ക് വേണ്ടത് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും മാത്രം മതി. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ഉണ്ടോ അതിൻ്റെ മാസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറ, 16 ഗ്രാം മീഥേൻ കത്തുമ്പോൾ എത്ര ഗ്രാം CO2 ലഭിക്കുന്നത്? പറ. 44 ഗ്രാം CO2. ഞാൻ ഒന്നും ചെയ്തില്ല, നോക്കിയേ. 16 ഗ്രാം മീഥേൻ കത്തുമ്പോൾ 44 ഗ്രാം CO2. അങ്ങനാണെങ്കിൽ 1 ഗ്രാം എന്താണ്? 1 ഗ്രാം മീഥേൻ കത്തുമ്പോൾ എത്ര ഗ്രാമാണ് CO2 ഉണ്ടാകുന്നത്? ഓക്കെ അല്ലേ? 16 ഗ്രാം മീഥേൻ കത്തുമ്പോൾ 44 ഗ്രാം CO2. ഒന്നും ആലോചിക്കണ്ട. 16 മാങ്ങയുടെ വില 44. അങ്ങനെയാണ് ഒരു മാങ്ങയുടെ വില 44/16 അല്ലേ? 16 ഗ്രാം മീഥേൻ കത്തുമ്പോൾ പുറന്തള്ളുന്ന CO2 എത്ര? 44 അല്ലേ? 1 ഗ്രാം ആണെങ്കിൽ 44/16. നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര ഗ്രാമാ? 40 ഗ്രാം. 40 ഗ്രാം മീഥേൻ കത്തുമ്പോൾ എത്ര പറഞ്ഞു? 1 ഗ്രാം 44/16 ആണെങ്കിൽ 40 ഗ്രാം 44/16 ഇൻറ്റു 40. നമ്മുടെ ആൻസർ 110 വരും. ചെയ്ത് നോക്കിയാൽ 110 വരും. ഒന്നും കൂടെ പറയാം. എന്താ ക്വസ്റ്റ്യൻ? 40 ഗ്രാം മീഥേൻ പൂർണ്ണമായി കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സെറ്റാണല്ലോ. എൻ്റെ ക്വസ്റ്റ്യൻ CH4 ഒരെണ്ണേ ഉള്ളൂ, 1 മോൾ CH4 എന്ന് എഴുതി, 2 O2 2 മോൾ O2 എന്ന് എഴുതി, 1 മോൾ CO2 എന്ന് എഴുതി, 2 മോൾ H2O എന്ന് എഴുതി. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പം ഇത് ഗ്രാമിലേക്ക്, കാരണം ഇവിടെ ഗ്രാമാണ് ചോദിച്ചേക്കുന്നത് 40 ഗ്രാം കത്തുമ്പോൾ. അപ്പോൾ ഇത് ഗ്രാമിലേക്ക് മാറ്റണം. എല്ലാം മാറ്റണം നിർബന്ധമില്ല. നമ്മുടെ ഇത് രണ്ടുമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറ്റിയാൽ മതി. ഞാൻ മൊത്തം മാറ്റിയെന്നേ ഉള്ളൂ. ഇവിടെ 16 ഗ്രാം ആണ്. 16 ആണ് എന്തിൻ്റെ മോളിക്കുലർ മാസ്? മീഥേൻ്റെ. ഒരെണ്ണം ഉള്ളതുകൊണ്ട് 16 ഗ്രാം മീഥേൻ. O2 32 ആണ്. 2 O2 ഉള്ളതുകൊണ്ട് 64 ഗ്രാം O2 ഗീവ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് 44. 44 ഒരെണ്ണം ഉള്ളതുകൊണ്ട് 44 ഗ്രാം എന്താണ് CO2. ജലം 2H2O. 1 H2O 18, 2 H2O 36 ഗ്രാം ജലമെന്ന് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 40 ഗ്രാം മീഥേൻ കത്തുമ്പോൾ പുറന്തള്ളുന്ന ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. 16 ഗ്രാം കത്തുമ്പോൾ 44 ഗ്രാം. 1 ഗ്രാം കത്തുമ്പോൾ 44/16. 40 ഗ്രാം മീഥേൻ കത്തുമ്പോൾ 44/16 ഇൻറ്റു 40. നമ്മുടെ ആൻസർ 110 ആണ്. ക്ലിയർ? ഓക്കെ ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഇത് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് മോൾ കൺസെപ്റ്റ് 5 ക്ലാസ് ഉണ്ട്. 5 ക്ലാസ്സും വ്യക്തമായി പഠിക്കുക. വാതക നിയമമായി പഠിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ് കമൻ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. മറ്റു കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT പിന്നെ ഡിഗ്രി ലെവൽ നോക്കുന്നവർക്ക് +1 +2 കൂടെ നമ്മൾ എന്താണ് ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത് നമ്മൾ വാതക നിയമം ചെയ്തത് കൊണ്ട് മാത്രം മോൾ കൺസെപ്റ്റ് ബാക്കിയാക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ ഒരു ക്ലാസ്സും കൂടെ വേണമായിരുന്നു അത് ഇതെടുത്തത്. അപ്പം ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നോട്ട് എഴുതി തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.